നമസ്കാരം, എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി 5 നാൾ മാത്രം. പ്രചാരണം അവസാന ലാപ്പിലേക്ക് കുതിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്ന പുതുക്കാട് ജനം ആർക്കൊപ്പം? എൻസിടിവി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദം അങ്കത്തട്ട് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളുടെ വേദിയായി മാറി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. കല്ലൂർ മുട്ടിത്തടി ശ്രീ ശക്തിദേവി ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവം ആഘോഷിച്ചു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളും ഗുണ്ടകളുമായി 2 പേരെ കാപ്പ ചുമത്തി. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എൻസിടിവി ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി 5 നാൾ മാത്രം. പ്രചാരണം അവസാന ലാപ്പിലേക്ക് ആവേശത്തോടെ കുതിക്കുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. വീടാന്തരം കയറിയിറങ്ങിയും ഫോണിലും വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിലും സജീവമായി സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണക്കളം നിറഞ്ഞിട്ടുണ്ട്. കടുത്ത ചൂടിനെ വകവയ്ക്കാതെയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചരണ രംഗത്തുള്ളത്. തുടർച്ചയായ അവധി ദിവസങ്ങളിൽ വോട്ടർമാർ വീട്ടിലുണ്ടാകും എന്നതുകൊണ്ട് തന്നെ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണത്തിലും വോട്ടഭ്യർത്ഥനയ്ക്കുമാണ് ഈ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾ സമയം നീക്കിവച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. 7-ന് പരസ്യപ്രചരണം അവസാനിക്കാനിരിക്കെ അവസാന മണിക്കൂറുകളിൽ ആവേശം വാരിവിതറിയുള്ള പ്രചരണത്തിനാണ് മുന്നണികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ശബ്ദപ്രചരണം 7-ന് അവസാനിച്ചാൽ 8-ന് നിശബ്ദ പ്രചരണം. 9-ന് രാവിലെ മുതൽ വോട്ടർമാർ ബൂത്തുകളിലെത്തും. പുതുക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം പ്രഭാതങ്ങളിൽ തന്നെ തുടങ്ങുന്നു. LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ വേറിട്ട പ്രചാരണ പരിപാടിയായ വോക്ക് വിത്ത് KKR പുതുക്കാട് പഞ്ചായത്തിൽ ആവേശമായി. പുതുക്കാട് പഞ്ചായത്ത് തലത്തിലായിരുന്നു ശനിയാഴ്ചയിലെ മോർണിംഗ് വാക്ക് വിത്ത് KKR സംഘടിപ്പിച്ചത്. പ്രഭാത സവാരിക്ക് ഇറങ്ങുന്ന വോട്ടർമാരെ നേരിൽ കാണുന്നതിനും അവരുമായി ആശയവിനിമയം നടത്തുന്നതിനുമാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. പുതുക്കാട് കാനൂർ മേഖലകളിൽ നിന്ന് ആരംഭിച്ച സവാരി വളഞ്ഞുപാടം ചെങ്ങാലൂർ വഴി ശാന്തിനഗറിൽ സമാപിച്ചു. വഴിയോരങ്ങളിൽ കണ്ടുമുട്ടിയവരോടും വീടിന് പുറത്തിറങ്ങിയവരോടും വോട്ടഭ്യർത്ഥിച്ചും നാടിന്റെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞും സ്ഥാനാർത്ഥി മുന്നേറി. ഓരോ പോയിന്റുകളിലും സ്ഥാനാർത്ഥിക്കൊപ്പം പ്രഭാത സവാരിയിൽ ചേരാൻ നിരവധി പ്രവർത്തകരും നാട്ടുകാരും എത്തിയത് ശ്രദ്ധേയമായി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ വികസന തുടർച്ചയ്ക്കായി KK രാമചന്ദ്രനെ വിജയിപ്പിക്കണമെന്ന ആഹ്വാനവുമായാണ് ഈ പര്യടനം നീങ്ങുന്നത്. വ്യത്യസ്തമായ ഈ പ്രചരണ രീതി വോട്ടർമാർക്കിടയിൽ വലിയ ചലനമാണ് ഉണ്ടാക്കുന്നത്. പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം കൊടുമുടിയിൽ. ജനകീയ പ്രശ്നങ്ങളും വികസന സ്വപ്നങ്ങളും ഉയർത്തിക്കാട്ടി NDA സ്ഥാനാർത്ഥി പരമേശ്വരൻ എന്ന നാഗേഷ് വോട്ടർമാർക്കിടയിൽ സജീവമാകുന്നു. ശനിയാഴ്ച രാവിലെ മൂത്തുമലയിൽ നിന്നാണ് വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ പര്യടനം ആരംഭിച്ചത്. പിടിക്കപ്പറമ്പ്, കൽക്കുഴി, ഇഞ്ചക്കുണ്ട്, മുപ്ലിയം, ആറ്റപ്പള്ളി തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയ സ്ഥാനാർത്ഥിയെ വാദ്യമേളങ്ങളോടെയും പൂച്ചെണ്ടുകൾ നൽകിയുമാണ് പ്രവർത്തകർ വരവേറ്റത്. ഉച്ചയോടെ കരയാമ്പാടം, അമ്മുകുളം, വടക്കുമുറി എന്നിവിടങ്ങളിലെ വോട്ടർമാരെ കണ്ട ശേഷം ആദ്യഘട്ട പര്യടനം സമാപിച്ചു. വൈകുന്നേരം മഠത്തിൽ നിന്ന് പുനരാരംഭിച്ച പര്യടനം പുലിക്കണ്ണി, ഗുരുജി നഗർ, പടിഞ്ഞാട്ടുമുറി വഴി സന്ദർശനം നടത്തി. നന്ദിപുലം നിലംപതി സന്ദർശിച്ച ശേഷം രാത്രി നന്ദിപുലം സെന്ററിൽ വമ്പിച്ച പൊതുസമ്മേളനത്തോടെ ശനിയാഴ്ചയിലെ പര്യടനം സമാപിച്ചു. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് മാറ്റുമെന്ന വാഗ്ദാനവുമായാണ് നാഗേഷ് വോട്ടർമാരെ സമീപിക്കുന്നത്. പ്രമുഖ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പര്യടനത്തിനുടനീളം സ്ഥാനാർത്ഥിയെ അനുഗമിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയുടെ ജനകീയ ഇടപെടലുകൾ മണ്ഡലത്തിൽ അനുകൂല തരംഗം സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA ക്യാമ്പ്. പുതുക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ പര്യടനത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണം. മുത്രത്തിക്കര പള്ളി, പറപ്പൂക്കര അസീസി മിഷൻ കോൺവെന്റ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയ അദ്ദേഹം മുകുന്ദപുരം താലൂക്ക് NSS കരയോഗ യൂണിയൻ ഭാരവാഹികളുമായും കൂടിക്കാഴ്ച നടത്തി പിന്തുണ അഭ്യർത്ഥിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ഉറപ്പോടെയാണ് ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥി സംസാരിച്ചത്. പുതിയൊരു പുതുക്കാടിന് രൂപം നൽകാൻ നാട്ടുകാരുടെ പിന്തുണ വേണമെന്ന് KM ബാബുരാജ് പറഞ്ഞു.
പഞ്ചായത്തിന്റെ വിവിധ കോണുകളിൽ ലഭിക്കുന്ന വലിയ ജനപിന്തുണ വിജയമുറപ്പിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം തുടരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്ന പുതുക്കാട് ജനം ആർക്കൊപ്പം? രാഷ്ട്രീയ പാർട്ടികൾ എന്ത് പറയുന്നു? വോട്ടർമാരുടെ മനസ്സിലെന്ത്? NCTV സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദം അങ്കത്തട്ട് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളുടെ വേദിയായി മാറി. പുതുക്കാട് മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കും? മുന്നണികൾക്ക് വോട്ടർമാരോട് പറയാനുള്ളതെന്ത്? പുതുക്കാടിന്റെ വികസന സങ്കല്പങ്ങൾ എന്തൊക്കെ? ചോദ്യങ്ങളും ഉത്തരങ്ങളും വാദപ്രതിവാദങ്ങളുമായി സജീവമായ ഒരു തുറന്ന സംവാദം. NCTV സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് അങ്കത്തട്ട് സംവാദം പ്രാദേശിക മാധ്യമ രംഗത്ത് മറ്റൊരു നാഴികക്കല്ലായി. പറഞ്ഞു വില്ലേജ് ഓഫീസിൽ കമ്പ്യൂട്ടർ കൊടുത്തു. വില്ലേജ് ഓഫീസിൽ കമ്പ്യൂട്ടർ കൊടുക്കുന്ന MLA ജോലിയല്ലെന്നേ, റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. കേരള ഗവൺമെന്റിന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരുടെ ജോലിയാണ് എല്ലാത്തിലും നികുതി ഞങ്ങളെയൊക്കെ ഉള്ളവർ. സർക്കാരിന്റെ പ്രതിനിധിയാണ് MLA. ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പിലാക്കേണ്ടത് ഇറിഗേഷൻ ആണോ? അപ്പൊ ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പാക്കേണ്ടത് ഇറിഗേഷന്റെ ജോലിയല്ലോ. അപ്പൊ MLA ജോലിയല്ലോ. അല്ല, MLA ഒരു കമ്പ്യൂട്ടർ കൊടുത്തതിന് പ്രാധാന്യം. അതല്ല ഞാൻ പറഞ്ഞത്, അതുപോലും അത്ര സൂക്ഷ്മമായി ചെയ്യുന്നൊരു MLA എന്നുള്ളത് സൂചിപ്പിച്ചു. 4 ലക്ഷം രൂപ കൊടുക്കുന്ന വീടിന് വെറും 72,000 രൂപ തന്നിട്ട് അതിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞ ഗവൺമെന്റ് ആണ് BJPയുടെ ഗവൺമെന്റ്. മനസ്സിലായ? അവരാണ് ഇപ്പോ ഒരു ഫോട്ടോ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നത്. LDF പ്രതിനിധിയായി CPM കൊടകര ഏരിയ കമ്മിറ്റി അംഗം EK അനൂപ്, UDFന് വേണ്ടി കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, NDA പ്രതിനിധിയായി BJP സംസ്ഥാന സമിതി അംഗം PG ജയൻ എന്നിവരാണ് സംവാദത്തിൽ പങ്കെടുത്തത്. കുടിവെള്ള പദ്ധതികൾ, ദേശീയപാത വികസനം, വന്യജീവി ആക്രമണം തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ സംവാദത്തിൽ സജീവ ചർച്ചയായി മാറി. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മികവും പോരായ്മകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തുറന്ന വിചാരണയ്ക്ക് വിധേയമായി. പുതുക്കാട് മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്നു എന്ന സൂചനകൾ നൽകിയാണ് തെരഞ്ഞെടുപ്പ് സംവാദം പൂർണ്ണമായത്. 287 മിനി മാസ്റ്റ് ഹൈ മാസ്റ്റ് ലൈറ്റ് ആണ് ഈ മണ്ഡലത്തില് MLA സ്ഥാപിച്ചത്. വെളിച്ചം നിങ്ങൾക്ക് പേടിയാണോ? നിങ്ങൾ സ്ഥാപിച്ചിട്ടില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി, കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി, അതിന് കേന്ദ്ര ഗവൺമെന്റ് എത്ര സംഖ്യ എടുത്തു, സംസ്ഥാന ഗവൺമെന്റ് എത്ര സംഖ്യ എടുത്തു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പദ്ധതി ആര്? ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുമെന്ന മുദ്രാവാക്യം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉയർന്നു. ഇന്ന് നരേന്ദ്രമോദി വരേണ്ടി വന്നു ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇന്ത്യ ഞാൻ തർക്കത്തിനില്ല, ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾ ലൈഫ് ഭവന പദ്ധതിയില് ഞാൻ പറയുമ്പോഴേ ഒരു രൂപ പോലും കേന്ദ്ര ഗവൺമെന്റ് ഇല്ല. ഒരു മിനിറ്റ്. എല്ലാവർക്കും വീട് എന്നുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. അതൊന്നും നടക്കില്ല. ഇപ്പോ ആ പദ്ധതിയിൽ പൈസ കൊടുക്കില്ല. ആ പദ്ധതിയിൽ പൈസ കൊടുക്കില്ല സുഹൃത്തെ. ആ പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് എന്ന് എഴുതി വയ്ക്കുന്നത് തെറ്റാണെന്ന് പറയുന്ന ആളുകൾ കേന്ദ്ര പദ്ധതി, കേന്ദ്ര പണം ഉപയോഗിച്ച് പണിത ദേശീയപാതയിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ഫോട്ടോ വെച്ച് ഇത് ഞമ്മന്റെയാണ് എന്ന് പറയുന്ന അല്പത്തരമുണ്ടല്ലോ. 5400 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തത്. 5400 കോടി രൂപ. മണ്ണമ്പേട്ട അൽറോയ് ഈവന്റ് സെന്ററിലാണ് സംവാദം സംഘടിപ്പിച്ചത്. NCTV ബ്രെയിൻ ടെക് തെരഞ്ഞെടുപ്പ് അങ്കത്തട്ട് സംവാദം ശനിയാഴ്ച മുതൽ 3 ഭാഗങ്ങളായി NCTV സംപ്രേഷണം ചെയ്യും. ആദ്യ ഭാഗം ശനിയാഴ്ച രാത്രി 9-നും, പുനഃസംപ്രേഷണം രാത്രി 11-നും, ഞായറാഴ്ച രാവിലെ 9-നും, ഉച്ചയ്ക്ക് 1:30-നും, ഉച്ചതിരിഞ്ഞ് 3-നും കാണാം. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പല്ലൂർ. മറ്റു വാർത്തകളിലേക്ക്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ അനുസ്മരിക്കുന്ന ഈസ്റ്റർ പ്രത്യാശയുടെയും പുതിയ ജീവിതത്തിന്റെയും അടയാളമായിട്ടാണ് കരുതപ്പെടുന്നത്. ദുഃഖവെള്ളിയാഴ്ചയിലെ കഷ്ടാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം
മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസമാണ് ഈസ്റ്ററിൻ്റെ അടിസ്ഥാനം. ഈസ്റ്ററിനോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടത്തി. 50 ദിവസത്തെ വലിയ നോമ്പിന് ഈസ്റ്ററോടെ സമാപ്തിയാവുകയാണ്. പുതിയ ജീവന്റെ പ്രതീകമായി ഈസ്റ്റർ മുട്ടകൾ ഈസ്റ്ററിന് കൈമാറുന്ന രീതിയും പലയിടങ്ങളിലുമുണ്ട്. ശനിയാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ഉയിർപ്പ് ശുശ്രൂഷകളും നടക്കുന്നത്. 50 നോമ്പിന് ശേഷം വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കി ഈസ്റ്ററിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഏവരും. ഈസ്റ്റർ വിപണിയിലും നല്ല തിരക്ക് അനുഭവപ്പെട്ടു. മരണത്തിന്മേലുള്ള വിജയമായും പ്രത്യാശയുടെ പ്രതീകമായും ഈ ദിനം കണക്കാക്കപ്പെടുന്നു. വോട്ട് ഫോർ UDF എന്ന അഭ്യർത്ഥനയുമായി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KM ജോസിന്റെ ഒറ്റയാൾ തെരഞ്ഞെടുപ്പ് കാൽനട പ്രചരണ യാത്ര 2ാം ദിവസം പിന്നിട്ടു. കൊടശ്ശേരി പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിലാണ് ശനിയാഴ്ച പ്രചരണം നടത്തിയത്. മലയോര മേഖലയിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമില്ലെന്നും കാട്ടാനയുടെ നിരന്തരമായ ഭീഷണിക്ക് അറുതി വരുത്തണമെന്നും കാട്ടാന കൃഷി നശിപ്പിച്ചാൽ പേരിന് മാത്രമായി നഷ്ടപരിഹാരം നൽകുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ലെന്നും കാട്ടാനയുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നതിന് നിയമം കൊണ്ടുവരുന്നതിന് പുതിയ സർക്കാർ വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വേറിട്ട ഒറ്റയാൾ പ്രചരണമെന്ന് ജോസ് പറഞ്ഞു. കല്ലൂർ മുട്ടിത്തടി ശ്രീ ശക്തിദേവി ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, നാദസ്വരം, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവ നടന്നു. ശേഷം പടിഞ്ഞാറുനിന്ന് എഴുന്നള്ളിപ്പ് തുടങ്ങി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന് കാഴ്ചശീവേലി ഒരുക്കി. ഉച്ചതിരിഞ്ഞ് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. തുടർന്ന് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന എന്നിവയുമുണ്ടായി. ഏപ്രിൽ 11 നടതുറപ്പ് പൊങ്കാലയും ഏപ്രിൽ 28 പ്രതിഷ്ഠാ ദിനവും ആഘോഷിക്കും. നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളും ഗുണ്ടകളുമായ 2 പേരെ കാപ്പ ചുമത്തി. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും ഗുണ്ടകളുമായ 2 പേരെ കാപ്പ ചുമത്തി. ആളൂർ സ്വദേശി പൊന്മിനിശ്ശേരി വീട്ടിൽ ജിൻഡോ P എന്നറിയപ്പെടുന്ന ജിൻഡോ, പുത്തൻചിറ വില്ലേജ് പുളിയിലക്കുന്ന് സ്വദേശി കാക്കനാടൻ വീട്ടിൽ സനീഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രനാണ് പ്രതികളെ 6 മാസക്കാലത്തേക്ക് ജയിലിലാക്കാനുള്ള കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജിൻഡോ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. സനീഷ് 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KV ഹരിക്കുട്ടൻ, GSI പ്രസന്നകുമാർ, GSCPOമാരായ ജിബിൻ, രാകേഷ് എന്നിവർ ചേർന്നാണ് ജിൻഡോയെ പിടികൂടിയത്. മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അജാസുദ്ദീൻ M, GSI KR സുധാകരൻ, GSCPO അനീഷ് എന്നിവർ ചേർന്നാണ് സനീഷിനെ പിടികൂടിയത്. വിഷുക്കണിയൊരുക്കാൻ വേറിട്ട രീതിയിലുള്ള അലങ്കാരങ്ങൾ നിർമ്മിക്കുകയാണ് മറ്റത്തൂർ സ്വദേശിനി. ചെട്ടിച്ചാൽ പുല്ലരിക്കൽ പ്രശാന്തിന്റെ ഭാര്യ ശുഭിതയാണ് വീടുകളിൽ വിഷുക്കണി ഒരുക്കാനുള്ള അലങ്കാര രൂപങ്ങൾ നിർമ്മിക്കുന്നത്. വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്കിന്റെ ചെമ്പുച്ചിറ ബ്രാഞ്ചിലെ ജീവനക്കാരിയായ ശുഭിത ജോലി കഴിഞ്ഞുള്ള ഒഴിവു സമയമാണ് വിഷുക്കണിയൊരുക്കാനുള്ള കമനീയ കലാരൂപങ്ങൾ നിർമ്മിക്കുന്നത്. മരക്കട്ടയും പ്ലൈവുഡും വെൽവെറ്റും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗോളാകൃതിയിലുള്ള കിരീടത്തിൽ മുത്തുകളും കുമിളകളും പതിപ്പിച്ചലങ്കരിച്ച ശേഷം അടിഭാഗത്ത് കൃഷ്ണരൂപം വെച്ചാണ് കണി കാണാനായി ഒരുക്കുന്നത്. വീട്ടിലെ പണികളും മക്കളെ പഠനത്തിൽ സഹായിക്കുന്നതും കഴിഞ്ഞു കിട്ടുന്ന സമയമാണ് ശുഭിത ഈ കലാരൂപങ്ങൾ തയ്യാറാക്കാൻ വിനിയോഗിക്കുന്നത്. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതലേ കരകൗശല നിർമ്മാണത്തിൽ തൽപരയായിരുന്നു ശുഭിത. അക്കാലത്ത് മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. വിവാഹശേഷം മക്കൾ സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണ് ശുഭിത വീണ്ടും കരകൗശല നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. ആദ്യമൊക്കെ ഒരു ഇഷ്ടവിനോദമെന്ന നിലയിലാണ് കലാരൂപങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഇഷ്ടപ്പെട്ടവർ സ്വീകരണമുറി അലങ്കരിക്കാനും ഗിഫ്റ്റ് കൊടുക്കാനും ഇതുപോലുള്ളവ ഉണ്ടാക്കിത്തരണമെന്ന് ആവശ്യപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ശുഭിത സജീവമായത്. വിഷുക്കാലത്ത് ധാരാളം പേർ കണിയൊരുക്കാനായി ശുഭിത നിർമ്മിക്കുന്ന കലാരൂപങ്ങൾ തേടിയെത്താൻ തുടങ്ങി. മാർച്ച് മുതലുള്ള ദിവസങ്ങളിൽ ജോലി കഴിഞ്ഞെത്തി വീട്ടിലെ പണികൾ തീർത്ത ശേഷം രാത്രിയിൽ ഉറക്കമിളിച്ചിരുന്നാണ് ശുഭിത വിഷുക്കണിക്കുള്ള അലങ്കാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മരക്കട്ടകളിൽ പ്ലൈവുഡ് സ്ക്രൂ ചെയ്തുറപ്പിച്ചാണ് ഇവയുടെ നിർമ്മാണം തുടങ്ങുന്നത്. പിന്നീട് വെൽവെറ്റ് കൊണ്ട് പൊതിയും. അതിന്മേൽ മുത്തുകൾ, കുമിളകൾ, നാഗപടം, ചെറിയ പട്ടുകുട എന്നിവ കൊണ്ട് അലങ്കരിച്ച ശേഷം ഫൈബറിൽ നിർമ്മിച്ച ഉണ്ണിക്കണ്ണന്റെ രൂപം ഘടിപ്പിക്കും. 1 അടി മുതൽ 1.5 അടി വരെ ഉയരമുള്ള കൃഷ്ണരൂപങ്ങളാണ് ഇതിൽ വെക്കുന്നത്. ഓരോ വർഷവും പുതിയ ഡിസൈനുകളും അലങ്കാര വസ്തുക്കളും ഇതിനായി ഉപയോഗിക്കും. മറ്റത്തൂരിലെ പൊതുപ്രവർത്തകനും മുൻ ജനപ്രതിനിധിയുമായ PS പ്രശാന്തിന്റെ ഭാര്യയാണ് ശുഭിത. ചെമ്പുച്ചിറ ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികളാണ് മക്കൾ 2 പേരും. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടൊരു 13 വർഷത്തോളമായി.
ഇതിനോടുള്ളൊരു താല്പര്യം കൊണ്ട് ഉണ്ടാക്കി തുടങ്ങിയതാണ്. പിന്നെ അത് ആൾക്കാർ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടിട്ട് താല്പര്യം കൊണ്ട് ഒരുപാട് പേര് വരും. നമ്മൾ നെറ്റിപ്പെട്ടാണ് ഉണ്ടാക്കി തുടങ്ങിയിരുന്നത്. അതിനുശേഷം ഓരോ ട്രെൻഡിനനുസരിച്ച് വരുന്ന ഇതുകൾ ചെയ്യും, ആലവട്ടം ചെയ്യും. ഇപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് കൃഷ്ണനെ കണിവെക്കാനായിട്ടൊരു തിടമ്പ് പോലെ നമ്മളിത് സെറ്റ് ചെയ്ത് തുടങ്ങിയത്. മരക്കട്ടേമേ നമ്മൾ ഫ്ലൈവുഡ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇത് ഉണ്ടാക്കുന്നത്. അതുമ്പോഴേക്ക് നമ്മൾ വെൽവെറ്റ് തുണി ചേർക്കും. പിന്നെ ഇതുമ്പോഴേക്ക് നമ്മൾ കുമിളകൾ, ചെറിയ കുമിളകളും നാഗപടം വെച്ചിട്ടുണ്ട്, ഇത് മുത്തുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അലങ്കാരമായിട്ടുള്ള മുത്തുകൾ, കുഞ്ഞ് പട്ടുകൊട, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കിരീടം ഉണ്ടാക്കുന്നത്. ഇതുമ്പോൾ നമ്മൾ വെക്കുന്നത് ഫൈബറിന്റെ ഉണ്ണിക്കണ്ണനെയാണ് വെക്കുന്നത്. സോഷ്യൽ മീഡിയ റീലുകളിലൂടെ ശ്രദ്ധേയനായ മിമിക്രി താരം ശരത് ഉണ്ണിത്താൻ അന്തരിച്ചു. അമേരിക്കയിൽ വെച്ചായിരുന്നു അന്ത്യം. കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ കറ്റാനം 3-ാം കുറ്റി വാത്തിക്കുളം സ്വദേശിയാണ് ശരത്. റീലുകളിലൂടെ ശ്രദ്ധ നേടിയ ശരത് ഗുണ്ട ബിനു എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെട്ടിരുന്നത്. കൊച്ചിൻ ഗിന്നസ്, തിരുവനന്തപുരം സരിഗ തുടങ്ങിയ പ്രമുഖ ട്രൂപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കൊടകര പുത്തുക്കാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 8-ന് ക്ഷേത്രം തന്ത്രിമാരായ അഴകത്ത് മനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയുടെയും അഴകത്ത് മനയ്ക്കൽ ഹരീഷ് കുമാർ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലെ ആഷിക വിഷ്ണു മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാശ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. അന്നേ ദിവസം രാവിലെ 6:30 മുതൽ വിവിധ സെറ്റുകളുടെ അഭിഷേകം, രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വിവിധ സെറ്റുകളുടെ കാവടി വരവ്, വൈകിട്ട് 6:30 ദീപാരാധന, രാത്രി 8 മുതൽ പുലർച്ചെ 1:30 വരെ കാവടിയാട്ടം എന്നിവയുണ്ടാകും. 8 ദേശക്കാവടി സെറ്റുകൾ അണിനിരക്കും. കാലാവസ്ഥ. ഇന്ന് കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ഈസ്റ്റർ, വിഷു എന്നിവ പ്രമാണിച്ച് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഖാദി തുണിത്തരങ്ങൾക്ക് പ്രത്യേക റിബേറ്റ് നൽകുന്നു. ഏപ്രിൽ 14 വരെ ഖാദി തുണിത്തരങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് 30% റിബേറ്റ് ലഭിക്കും. ഖാദി കോട്ടൺ, സിൽക്ക്, സ്പൺ സിൽക്ക് തുണിത്തരങ്ങളുടെ വിൽപ്പനയ്ക്കാണ് റിബേറ്റ് ലഭിക്കുക. വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വടക്കുന്നാഥൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, പാലസ് റോഡ്, ഒളരിക്കര എന്നിവിടങ്ങളിലെ ഖാദി ഗ്രാമ സൗഭാഗ്യങ്ങളിലും പാവറട്ടി, കേച്ചേരി, പൂവത്തൂർ എന്നിവിടങ്ങളിലെ ഖാദി സൗഭാഗ്യങ്ങളിലും വിവിധ ഗ്രാമശില്പങ്ങളിലും ആനുകൂല്യം ലഭിക്കുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. കല്ലൂർ കല്ലൂക്കാരൻ ജോണി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4-ന് ഭരത ഹോളി ട്രിനിറ്റി പള്ളിയിൽ. കൊടകര മരത്തോംപള്ളി വാര്യത്ത് ഭാരതി വാരസ്യാർ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രശേഖര വാര്യരാണ് ഭർത്താവ്. രാജു, അനിയൻ എന്നിവർ മക്കളും. ഗായത്രി, ലക്ഷ്മി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി 5 നാൾ മാത്രം. പ്രചാരണം അവസാന ലാപ്പിലേക്ക് കുതിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടക്കുന്ന പുതുക്കാട്. ജനം ആർക്കൊപ്പം? NCTV സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദം അങ്കത്തട്ട് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളുടെ വേദിയായി മാറി. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. കല്ലൂർ മുട്ടിത്തടി ശ്രീ ശക്തിദേവി ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവം ആഘോഷിച്ചു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളും ഗുണ്ടകളുമായി 2 പേരെ കാപ്പ ചുമത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.